ഓട്സ് ക്യാരറ്റ് പുട്ടുണ്ടാക്കാനായിട്ട് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തേക്കണത് സ്റ്റീൽ കട്ട് ഓട്സ് ആണ്. റോൾഡ് ഓട്സും കൊണ്ടും ഈ പുട്ട് ഉണ്ടാക്കാൻ പറ്റും. മിക്സിയുടെ ജാറിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കുക. കുറച്ചിട്ട് പൊടിക്കണതായിരിക്കും നല്ലത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നല്ലതുപോലെ പൊടിച്ചെടുക്കുക. നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിഞ്ഞ് കിട്ടണം. പൊടിച്ച് വെച്ചേക്കണ ഓട്സിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണ ക്യാരറ്റ് ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ഇടണത് കൊണ്ട് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ആദ്യം ഒന്ന് അരച്ച് നോക്കാം. ഇപ്പം ഇതുപോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പുട്ടിൻ്റെ നനവ് ആയിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ക്യാരറ്റും കൂടി ഇട്ടിട്ടും ഒന്നും കൂടി അരച്ചെടുക്കാം. ഇപ്പോൾ പുട്ടിനുള്ള പാകമായിട്ടുണ്ട്. ഇതുപോലെ വേണം പൊടിഞ്ഞ് കിട്ടാനായിട്ട്, കട്ടയില്ലാതെ. പൊടിച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പൊടിച്ചെടുത്തതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി പൊടിച്ചെടുക്കാം. ഓട്സും ക്യാരറ്റും കൂടി പൊടിച്ചെടുത്ത പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. ഇനി പുട്ടുണ്ടാക്കാം. പുട്ടുകുറ്റിയിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഓട്സ് ക്യാരറ്റ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ. പുട്ട് എല്ലാവരും ഉണ്ടാക്കണതാണെന്നറിയാം, എന്നാലും ഓട്സും ക്യാരറ്റും കൂടിയുള്ള പുട്ട് ഹെൽത്തി ആണല്ലോ. അപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കാണിച്ചെന്ന് മാത്രമല്ല കേട്ടോ. ഇതുപോലെ ഓട്സ് ക്യാരറ്റ് പുട്ട് ഉണ്ടാക്കാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല രുചിയാണ് കേട്ടോ ഇത്. അപ്പം ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി അടപ്പത്തേക്ക് വെക്കാൻ നോക്കാം. പുട്ടുകുടത്തിൽ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഗ്യാസ് നല്ലതുപോലെ കുറച്ച് വെക്കാം. 5 മിനിറ്റ് വെന്താൽ മതി. ഓട്സ് ക്യാരറ്റ് പുട്ട് വെന്തിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് അത് ചൂടോടെ കുത്തി അങ്ങോട്ടിടാം. പഴം കൂട്ടിയും കഴിക്കാം. ഞാനിപ്പോൾ കടലക്കറി കൂട്ടിയാണ് കഴിക്കാൻ പോണത്. എന്ത് കറി കൂട്ടി വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ടാറ്റാ. അവല് വിളയിച്ചത് ഉണ്ടാക്കാനായിട്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോഴത്തേക്കും നെയ്യ് ഒഴിച്ചു കൊടുത്ത്. നെയ്യ് ഉരുകി വന്നപ്പോഴത്തേക്കും കപ്പലണ്ടി ഇട്ട് കൊടുത്ത്. ഇത് കല്ലില്ലാത്ത ശർക്കരയാണ്, അതുകൊണ്ട് ഞാൻ നേരിട്ട് ഇട്ട് കൊടുത്ത്. കല്ലുള്ള ശർക്കരയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കല്ല് കടിക്കും. ഇത് വന്നിട്ട് ഒന്ന് ഉരുക്കി എടുക്കണേണ് കേട്ടോ. അതൊന്ന് ഉരുകി വരുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത്. തേങ്ങ കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. എന്നിട്ട് തേങ്ങ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത്. തേങ്ങ ഒന്ന് മൂത്ത് വന്നം, എന്നാലേ അതിന് രുചി ഉണ്ടാവുള്ളൂ. ഇനി അവല് ഇട്ട് കൊടുക്കുക. ഞാൻ ബ്രൗൺ അവലാണ് ഇട്ട് കൊടുത്തേക്കണത്. വൈറ്റ് അവലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. തീ നല്ലതുപോലെ കുറച്ച് വെക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. ഇനി കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പം അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു കുപ്പിയിലാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് അത് കേടുകൂടാതെ ഇരുന്നോളും. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്.